ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 1 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഈ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയായിട്ട് ബന്ധപ്പെട്ട നമ്മളോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഈ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ എത്ര വേക്കൻസിയിലേക്കാണ് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്, അതുപോലെ ഫാം ഓഫീസർ എന്ന് പറയുന്ന തസ്തിക തന്നെയാണോ ഈ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്, അതുപോലെ ഈ ജോബ് നേച്ചർ എന്താണ്, സിലബസ് എന്താണ്, PSC ആദ്യമായിട്ടാണോ ഈ പോസ്റ്റിലേക്ക് വിളിക്കുന്നത്, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഇന്ന് ഈ വീഡിയോ. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. 35,600 മുതൽ 75,400 വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേയിലാണ് നിങ്ങൾക്ക് ഈ ജോബ് കിട്ടുമ്പോൾ നിങ്ങൾ പ്ലേസ് ആവുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ച ചോദ്യം. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള BSc അഗ്രികൾച്ചർ ഡിഗ്രി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് MSc അഗ്രികൾച്ചറിൽ ഏതെങ്കിലും സ്ട്രീമിൽ MSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ശാരീരിക ക്ഷമതയും ഗുഡ് ഫിസിക്കൽ കണ്ടീഷനും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ വേക്കൻസി എത്രയാണ് എന്ന് ഒരുപാട് ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 200-ന് അടുത്തുള്ള ഒരു വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഇനി നമുക്ക് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിട്ട് ജോലി ലഭിക്കുന്ന ഒരാൾക്ക് എവിടെയൊക്കെയാണ് പ്ലേസ്മെന്റ് കിട്ടുന്നത് നോക്കിയാലോ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള റിസർച്ച് സ്റ്റേഷൻ, ഒരു 24ഓളം റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോബ് ലഭിക്കാം. അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ട്രെയിനിങ് ആൻഡ് എക്സ്റ്റൻഷൻ സെൻറ്ററുകളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാം. അതായത് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെയും ജോബ് ലഭിക്കാം. അപ്പം ഈ പറഞ്ഞ റിസർച്ച് സ്റ്റേഷനിൽ അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് എക്സ്റ്റൻഷൻ സെൻറ്ററുകളായിട്ടാണ് ഈ പറഞ്ഞ 200ഓളം വേക്കൻസി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം BSc അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടാവുന്ന ഒരു സുവർണ്ണ അവസരം തന്നെയാണ് ഈ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റേത്. പിന്നീട് നമ്മളോട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഫാം ഓഫീസർ എന്ന് പറഞ്ഞ തസ്തിക തന്നെയാണോ PSC ഇപ്പോൾ വിളിച്ച ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഫാം ഓഫീസർ എന്ന് പറയുന്ന തസ്തിക തന്നെയാണ് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ജസ്റ്റ് റീനെയിം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റെ ജോബ് നേച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും സൂപ്പർവിഷനാണ് വരുന്നത്. അതുപോലെ കോർഡിനേഷൻ, ലേബേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നൊരു ജോലി വരുന്നുണ്ട്. അതുപോലെ സെയിൽസ് ആൻഡ് പർച്ചേസിങ്, വേരിയസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ സെയിൽസ് ആൻഡ് പർച്ചേസിങ്ങിലും ഈ പറയുന്ന ഫാം അസിസ്റ്റന്റ് ജോലി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്, ഈ ജോബ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, അതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ടാണ് PSC വിളിക്കുന്നത്. സോ അതിൻ്റെ ഒരു സിലബസ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കും? നമുക്കറിയാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ ആണ്. അപ്പോൾ BSc അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷൻ വരുന്ന കുറേ സെറ്റ് ഓഫ് എക്സാംസ് PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസ് അനലൈസ് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഫാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഫാമുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു 1080 സിലബസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് BSc അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ സ്റ്റേറ്റ് വൈഡായിട്ടുള്ള എക്സാമിൻ്റെ സിലബസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സോയിൽ സർവേ ഓഫീസറിൻ്റെ സിലബസ് നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെ അഗ്രികൾച്ചർ ഓഫീസർ, റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ സിലബസ് നമുക്ക് കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ സിലബസും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു 1080 സിലബസ് തീർച്ചയായും തയ്യാറാക്കാൻ സാധിക്കും. അത് വെച്ചായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരു ഫ്രീ വെബിനാർ ഏണസ്റ്റ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യാതൊരു കാരണവശാലും അത് മിസ്സാക്കരുത്. കാര്യം നമ്മൾ തയ്യാറാക്കുന്ന 1080 സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആ വെബിനാറിൽ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇതിൻ്റെ ജോബ് നേച്ചർ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇവിടെ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന ഏപ്രിൽ 1 ഗസറ്റ് പബ്ലിഷ് ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 7-8 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സിലബസിൻ്റെ അവൈലബിലിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിലബസ് തയ്യാറാക്കി, അതായത് PSC
ചെയ്യാൻ പോകുന്ന ഒരു സിലബസിനോട് ഏകദേശം നമുക്കൊരു മാച്ച് വരുന്നൊരു സിലബസ് തയ്യാറാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ആ സിലബസ് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫ്രീ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഉണ്ടല്ലോ, ഈ പോസ്റ്റിനെ കുറിച്ച് ഉണ്ടാകുന്ന മറ്റ് ഡൗട്ട്സുകളും നിങ്ങൾക്ക് ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചീഫ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ബിൻസീന മിസ് ആയിരിക്കും ആ വെബിനാർ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ വെബിനാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി ഒരു ഇന്റൻസീവ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തയ്യാറാക്കുന്ന 1080 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എക്സാം വരെയും നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ടൊരു മെന്റർഷിപ്പ് സപ്പോർട്ട്, ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് ഈ പറയുന്ന മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ അതേ മെന്റാലിറ്റി ഉള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും ഈ ഒരു കോഴ്സിന്റെ ഫീച്ചർ ആയിരിക്കും. അത് ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ അതേ ഏരിയ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി ചിലപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് മെന്ററിനെ ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ടാവും. പിന്നെ ഓരോ മൊഡ്യൂളുകൾ തീരുന്ന അനുസരിച്ചിട്ട് ആ മൊഡ്യൂളിന് മാത്രമായിട്ട് സെപ്പറേറ്റ് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ മോഡൽ ടെസ്റ്റുകളും. ഓരോ മൊഡ്യൂൾ ഇപ്പം ഒരു 5 മൊഡ്യൂളുകൾ തീർന്നു കഴിഞ്ഞാൽ ആ 5 മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടൊരു മോഡൽ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴിയെ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാൻ സാധിക്കുള്ളൂ. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എക്സാം ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മളിനി വരും ദിവസങ്ങളിൽ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.